ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മളെ CSCBയുടെ എക്സാം ഇങ്ങ് വന്നെത്തി. അപ്പോൾ നമുക്ക് CSCB എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിങ്ങിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലേ. ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അധികമൊന്നുമില്ല, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം അല്ലേ. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് ബാങ്കിങ് സിബിൽ സ്റ്റാൻഡ് ഫോർ. ഒന്നാമത്തെ ചോദ്യമാണ്, എന്താണ് സിബിൽ എന്ന് വെച്ചാൽ? നമ്മൾ ഇവിടെ നമുക്കൊക്കെ, അതായത് സാധാരണ ഒരാള് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് സിബിൽ സ്കോർ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അല്ലേ. കാരണം ഇപ്പോൾ ലോണൊക്കെ എടുക്കാനൊക്കെ സിബിൽ സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ സിബിൽ സ്കോറിന്റെ സിബിൽ എന്ന് പറയുന്നത്? ഈ 5 അക്ഷരങ്ങൾ എന്താണ് എന്ത് ചെയ്തത് സ്റ്റാൻഡ് ചെയ്യുന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻ കൊണ്ട് തന്നിട്ടുണ്ട്. എന്താണ്? A, B, C, D. ഏതായിരിക്കും മക്കളെ സിബിൽ എന്ന് വെച്ചാൽ? സിബിൽ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് അവിടെ ആൻസർ വരുന്നത് അല്ലെ. അവിടെ ഏതാ ആൻസർ വരുന്നത്? B ആണ് ആൻസർ വരുന്നത് അല്ലെ. ഇത്തരത്തിലുള്ള എന്ത് ചോദ്യം ചോദിക്കാം? ഫുൾ ഫോമുകൾ നമ്മൾ എക്സാമിന് ചോദിക്കൽ സാധാരണ ഉണ്ട്. ഓക്കെ, നമ്മുടെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട് അല്ലെ. സിബിൽ സ്കോർ, അതേപോലെ നമുക്ക് പറയുകയാണെങ്കിൽ ATM, പിന്നെ UPI അല്ലെ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ നമ്മൾ എന്ത് പഠിക്കണം? ഫുൾ ഫോമുകൾ നമ്മൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ ഫുൾ ഫോമുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. RTGS സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ഇൻ. എപ്പോഴാണ് RTGS സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ചോദിക്കുന്നത്. എപ്പോഴാണ്? 4 ഇയർ തന്നിട്ടുണ്ട്. 2005, 2004, 2015, 2016. ഇതും ഒരു എന്താണ് നമ്മളെ ചോദിച്ചൊരു PYQ ക്വസ്റ്റൻ ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് നോക്കുക PYQ ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എപ്പോഴായിരിക്കും RTGS സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്? അതെ, എപ്പോഴാണ്? 2004 2004 RTGS സിസ്റ്റം എന്തിരിക്കുന്നത് വന്നിരിക്കുന്നത് അല്ലേ. അതെ, നമ്മളെ ഇന്റർനെറ്റ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് RTGS സിസ്റ്റം. ഒരു വലിയ എമൗണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും RTGS സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. അടുത്തതും അതേപോലെ ഒരു PYQ ആണ്. CVV ഇൻ കാർഡ്സ് സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് CVV? CVV എന്താ നമുക്കറിയാലോ. അതായത് നമ്മൾ ATM കാർഡ് എടുക്കുകയാണെങ്കിൽ ATM കാർഡ് 2 ഭാഗങ്ങളുണ്ട് അല്ലെ. ഫ്രണ്ട് ഭാഗം ഉണ്ടാവും, ബാക്ക് സൈഡും ഉണ്ടാവും. ഫ്രണ്ട് ഭാഗത്തിൽ നമ്മൾ ഇവിടെ ഏത് കാർഡ്, മാസ്റ്റർ കാർഡാണോ റുപ്പേ കാർഡാണോ ഏത് കാർഡാണെന്ന് വെച്ചാൽ അതിന്റെ ഒരു സിമ്പിൾ അവിടെ ഉണ്ടാവും അല്ലെ. പിന്നീട് ചിലതിൽ എന്താ നിങ്ങളുടെ പേര്, അതേപോലെ ATM കാർഡ് നമ്പർ, അതേപോലെ തന്നെ അതിന്റെ എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ് അല്ലെ. അതായത് എൻഡിങ് ഡേറ്റ്, ആ ATM കാർഡിന്റെ വാലിഡിറ്റി തീരുന്ന ഡേറ്റ്, അതിന്റെ മന്തും ഇയറും അവിടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പറയുമ്പോൾ എന്താണ്? ഒരു ചിപ്പ് അല്ലേ. നമ്മളിപ്പോഴത്തെ ATM ഒരു ചിപ്പ് അവിടെ ഉണ്ടാവും. ബാക്ക് സൈഡ് പോകുമ്പോൾ കാണാം നിങ്ങൾക്ക് അവിടെ ഒരു ഇത്തരത്തിലൊരു ബ്ലാങ്ക്, അതായത് ബ്ലാക്ക് രീതിയിൽ ഇങ്ങനെ മറച്ചിട്ട് അതിനകത്തൊരു നമ്പർ ഉണ്ടാവും. ഓക്കെ, അതിന്റെ തൊട്ട് അപ്പുറം കാണുന്ന ഒരു 3 ഡിജിറ്റ് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? CVV എന്ന് പറയാം. CVV ഒരു 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കാം. ഒന്നുകിൽ എന്തായിരിക്കാം? 2, 3, 4 അല്ലെങ്കിൽ 3, 4, 5 ഇങ്ങനെ ഏതെങ്കിലും 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കാം. ആ 3 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് CVV. അപ്പൊ എന്താ CVVന്റെ ഫുൾ ഫോം നമുക്കറിയണ്ടേ? CVVന്റെ ഫുൾ ഫോം വെച്ചാൽ ഏതാണ്? കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ എന്നാണ് CVV. ഏതാ മക്കളെ? കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ ആണ് CVV. അതിന്റെ ആദ്യത്തെ ഒന്നാമത്തെ അല്ലെ, ഇതിന്റെയൊക്കെ ഒന്നാമത്തെ ലെറ്റർ ആണ് അവിടെ എന്തെടുത്തിരിക്കുന്നത്? അവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CVV, കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താണ് CVV എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ATM ഈസ് പ്രൊവൈഡഡ് സ്പെഷ്യലി ഫോർ അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷൻ. അതായത് ട്രാൻസാക്ഷന്റെ കേസിൽ അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ATM അതിന്റെ ലേബൽ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. യെല്ലോ, ഗ്രീൻ, പിങ്ക്, ബ്രൗൺ ഉണ്ട്. നമുക്കറിയാം നമ്മൾ ചിലപ്പം ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ പല വിധത്തിലുള്ള ട്രാൻസാക്ഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം അല്ലെ. ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ തരുന്ന ATM-ന് ചില വ്യത്യാസങ്ങൾ, അതിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ATM-ന് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അല്ലെ. അപ്പൊ ഇവിടെ അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ATM അല്ലെ. ഇതാണ് അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷൻ കൂടി ഉപയോഗിക്കുന്ന ATM ആണ്. അതിന് ഏതാണ്? ഗ്രീൻ ലേബലാണ്. ഏതാ മക്കളെ വരിക? ഗ്രീൻ ലേബലാണ് അതിന് വരിക അല്ലെ. ഇത് ഒരു PYQ ആണ്. അപ്പൊ എന്ത് ഇത്തരത്തിലുള്ള PYQ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം അല്ലെ. അതിനേതാ വരുന്നത് മക്കളെ? ഗ്രീൻ ലേബലാണ് അതിൽ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്റർനെറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഇന്റർനെറ്റ് ബാങ്കിങ് എന്നുള്ളത് ഇങ്ങനെയും അറിയപ്പെടുന്നതാണ്. ഇതും ഒരു PYQ ആണ്. ഏതാ? വെർച്വൽ ബാങ്കിങ്, യൂണിറ്റ് ബാങ്കിങ്, മാസ് ബാങ്കിങ്, യൂണിവേഴ്സൽ ബാങ്കിങ്. ഏതായിരിക്കാം? ഇന്റർനെറ്റ് ബാങ്കിങ്.
ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ മൊത്തമായിട്ട് അവിടെ പോകുന്നത് അല്ലേ, അതായത് ട്രാൻസാക്ഷൻ മൊത്തമായിട്ട് നടക്കുന്നത് ഏത് വഴിയാണ്? ഇന്റർനെറ്റ് ത്രൂ ആണ് അല്ലെ. ഇന്റർനെറ്റ് ത്രൂ ആണ്, അല്ലെങ്കിൽ ഒരു വെർച്വൽ സ്പേസ്, ആ വെർച്വൽ സ്പേസിലൂടെയാണ് നമ്മൾ എന്ത് പോകുന്നത്, ഇത്തരത്തില് നമ്മുടെ ട്രാൻസാക്ഷൻ മൊത്തം പോകുന്നത്. ഇവന്റിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളെ ഫണ്ട് അടക്കം അല്ലെ, അതായത് UPI ട്രാൻസാക്ഷൻ നമ്മൾ ഫണ്ട് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു കസ്റ്റമറിന് മറ്റൊരാൾക്ക് നമ്മൾ GPay ചെയ്ത് കൊടുക്കുമ്പോൾ അത് പോകുന്നത് ത്രൂ എങ്ങനെയാണ്? വെർച്വൽ സ്പേസ് കൂടിയാണ് അല്ലെ. അപ്പോൾ ഇന്റർനെറ്റ് ബാങ്കിന്റെ മറ്റൊരു പേരാണ് മക്കളെ എന്ത്? വെർച്വൽ ബാങ്കിങ്. ഇതാണ് വെർച്വൽ ബാങ്കിങ് എന്ന് കൂടി അവിടെ ഇന്റർനെറ്റ് ബാങ്കിന് അറിയപ്പെടുന്നുണ്ട് അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം. നാഷണൽ വൈഡ് പേയ്മെന്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ടു അനദർ. ഏതാണ് അതിന് പറയുന്ന പേര്? നെഫ്റ്റ്, RTGS, പിഗ്മി, ATM. ഇതും ഒരു PYQ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഏതായിരിക്കാം? നാഷണൽ വൈഡ് പേയ്മെന്റ് സിസ്റ്റം. അതിൽ തന്നെ ഉത്തരവുണ്ട് അല്ലെ. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഉത്തരവിന് അത് കിട്ടും. നാഷണൽ വൈഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നാഷണലില് എല്ലായിടത്തിലേക്കും അല്ലെ, എല്ലാ സ്ഥലത്തിലേക്കും പേയ്മെന്റ് ത്രൂ അയക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പേയ്മെന്റ് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് IMPS അല്ലെങ്കിൽ ഏതാണ് നെഫ്റ്റ് ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ നടത്താറുണ്ട് അല്ലെ. IMPS നെഫ്റ്റ് ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത IMPS ഇൻസ്റ്റന്റ് ആയിട്ട് പോകും. നെഫ്റ്റ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടോ അല്ലെ, ചെറിയൊരു സമയത്തിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ എത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് ഫണ്ട് അതായിട്ട് തന്നെ പോകും. ഓക്കെ, അപ്പൊ നോക്കിയ മക്കളെ, ഇവിടെ ഏതാ വരിക? ഇവിടെ നെഫ്റ്റ് ആണ് വരിക അല്ലെ. ഇവിടെ ഏതാണ് വരുന്നത്? നെഫ്റ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത്. അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാറുള്ളത്. നമുക്കറിയാം ഇപ്പോൾ നമ്മളെ CSCBയുടെ എക്സാം വന്നു. പലരും ഈ ഒരു എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടായേക്കാം, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ അവസ്ഥ നോക്കി അടുത്ത എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആൾ നമ്മൾക്കിടയിൽ ഉണ്ടായേക്കാം അല്ലെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ മുന്നിലേക്ക് വേണ്ടി, അതായത് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ചിനെ പറ്റി. കാരണം അത്രയ്ക്ക് സക്സസ്ഫുൾ ആയ ഒരു ബാച്ചാണ് നമ്മളെ ബിഗിനേഴ്സ് ബാച്ച്. കാരണം നമ്മളെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ബേസ് ലെവൽ മുതലാണ് നമ്മളോട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് നമ്മളെ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസ് ലെവലായിട്ട് പഠിക്കാം. ഇനി ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ അടുത്ത എക്സാമിന് റാങ്കിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം, കാരണം അവർക്ക് ബേസ് മുതലേ അറിയണം അല്ലെ. കാരണം നമുക്കറിയാം ചില എക്സാമിനൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോയി ചിലപ്പോൾ ബേസ് ലെവൽ ക്വസ്റ്റൻ ആയിരിക്കും നമ്മളെ കുഴപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ എന്താണോ ഓരോരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെയും ബേസ് ഉള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിഗിനേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പിക് വൈസ് ടോപ്പിക് ആയിട്ടുള്ള ലൈവ് സെഷൻസ്, മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ, PDF നോട്ട്, അതേപോലെ തന്നെ ലൈവ് സെഷൻ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മൾ ഈ ബിഗിനേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ രജിസ്റ്റർ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നമ്പർ വന്നിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. കാരണം ഈ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ ബേസ് ലെവലായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് കറക്റ്റായിട്ട് എക്സാമിന് റാങ്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് ബിഗിനേഴ്സ് ബാച്ചിന് അത്രയും എൻക്വയറീസ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ബിഗിനേഴ്സ് ബാച്ച് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തൊരു സെഷന് വേണ്ടി അല്ലെങ്കിൽ അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗിനേഴ്സ് ബാച്ച് എന്ത് ചെയ്യുന്നത് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ലെവലിൽ അല്ലെ, ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്നത്തെ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് PYQs നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോന്നിൻ്റെ ഷോർട്ട് ഫോംസും അതിൻ്റെ ലോങ് ഫോംസും അല്ലെ, അതായത് നമുക്ക് 3 അക്ഷരം തന്നാൽ അതിൽ എന്താണ് അതിൻ്റെ ഫുൾ ഫോം അല്ലെ, അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അപ്പോൾ അത്രയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പാൻഡ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബാങ്കിങ്ങിൽ ട്രാൻസാക്ഷൻ അങ്ങനെ കുറേ ഷോർട്ട് ഫോംസ് ഉണ്ട്. ഓക്കെ, CDM, ATM അല്ലെ, UPI, അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫോംസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ആ ഷോർട്ട് ഫോംസിന്റെ ഫുൾ ഫോം കൂടി നന്നായിട്ട് പഠിച്ചു വെക്കുക. ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.